നമസ്കാരം, ധനുഷ് സ്പേസ് ടിപ്സിലേക്ക് സ്വാഗതം. ഇനി വരാൻ പോകുന്ന പ്രിലിംസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയുള്ള ആവർത്തന ചോദ്യങ്ങളാണ്. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള 5 ഘട്ടങ്ങളിൽ നടന്ന പ്രിലിംസിൻ്റെ ക്വസ്റ്റ് പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫിഫ്ത്ത് സ്റ്റേജിൻ്റെ ക്വസ്റ്റ് പേപ്പറാണ്. ക്വസ്റ്റ് പേപ്പർ കോഡ് 13/2024 5 ക്വസ്റ്റ് പേപ്പർ നന്നായി പഠിക്കുക. അതിനുശേഷം നമുക്കൊന്നുകൂടി റിവൈസ് ചെയ്യണം. തീർച്ചയായിട്ടും നമുക്കത് പ്രിലിംസ് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുക. സോ അത് ക്വസ്റ്റ്യൻസിൻ്റെ ഓരോന്നും റെഫർ ചെയ്തിട്ട്, അതായത് എൻ്റെ ബൈ ചോദ്യങ്ങൾ, അനുബന്ധ ചോദ്യങ്ങൾ പഠിച്ചുകൊണ്ട് തന്നെ കറണ്ട് അഫെയർസും കൂടി പഠിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുമ്പോട്ട് പോകാം. ഓക്കെ, ഫസ്റ്റ് വൺ, കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡൻറ്റ് ആരാണ്? കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡൻറ്റ് ആരാണ്? ആൻസർ ശ്രീ യു ഷറഫ് അലി. ശ്രീ യു ഷറഫ് അലി കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡൻറ്റ് ആരാണ്? ശ്രീ യു ഷറഫ് അലി. ഓക്കെ, നമ്മുടെ കായിക മന്ത്രി ആരാണ്? കായിക മന്ത്രി ആരാണ്? അബ്ദുറഹ്മാൻ. കായിക മന്ത്രി ആരാണ്? അബ്ദുറഹ്മാനാണ് കായിക മന്ത്രി. എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് ഇപ്പോൾ വരുന്നത്. കായിക മന്ത്രി ആരാണ്? അബ്ദുറഹ്മാനാണ് അല്ലേ. എന്നാൽ പത്മശ്രീ ലഭിച്ച ആദ്യ കായിക താരം ആരാണ്? പത്മശ്രീ ലഭിച്ച ആദ്യ കായിക താരം ആരാണ്? MD വത്സമ്മ. MD വത്സമ്മയാണ് പത്മശ്രീ ലഭിച്ച കായിക താരം. വത്സമ്മ. MD വത്സമ്മയ്ക്കാണ് പത്മശ്രീ ആദ്യമായി ലഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ചന്ദ്രയാൻ 3ൻ്റെ ലാൻഡറിലെ പെലോഡുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ചന്ദ്രയാൻ 3ൻ്റെ ലാൻഡറിലെ പെലോഡുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഷേപ്പ്. SHAP ഷേപ്പാണ്. അപ്പോൾ ചന്ദ്രയാൻ 3ൻ്റെ ലാൻഡറിലെ പെലോഡിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണ്? റാംഭായൽ P, ചാസ്റ്റേ ആൻഡ് ഇൽസ. റാംഭായൽ P, ചാസ്റ്റേ ആൻഡ് ഇൽസയാണ് ചന്ദ്രയാൻ 3ൻ്റെ ലാൻഡറിലെ പെലോഡുകളിൽ ഉൾപ്പെടുന്നവ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആൻസർ നമുക്കറിയാം, ഓപ്ഷൻ സി, P വത്സലയാണ്. P വത്സലയാണ് അല്ലേ. അവരുടെ പ്രസിദ്ധമായ ഒരു നോവലുണ്ട്. ഏതാണത്? ഒരു ലേഖനമുണ്ട്. ഏതാണത്? നെല്ലാണ്. P വത്സലയുടെ നെല്ല്. അത് ഓർത്തിരിക്കാം. ഓക്കെ, 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? P വത്സലയ്ക്ക് ആണല്ലോ. നെക്സ്റ്റ് വൺ, 22 ആർക്കാണ്? 22 സേതു. 22 എന്ന് പറയുമ്പോൾ അത് സേതുവിനാണ്. 22 സേതുവിനാണ്. 22 സേതുവിനാണ്. 2023 ആർക്കാണ്? 23 പറയുമ്പോൾ ഡോക്ടർ SK വസന്തൻ അല്ലേ. 23 ആർക്കാണ്? വസന്തനാണ്. ഡോക്ടർ SK വസന്തൻ. SK വസന്തനാണ് 2023 എഴുത്തച്ഛൻ പുരസ്കാരം. 21 P വത്സല, 22 സേതു, 23 SK വസന്തൻ. ഓക്കെ, നെക്സ്റ്റ് വൺ, 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ആൻസർ നമുക്കറിയാം, EMS നമ്പൂതിരിപ്പാട്. EMS നമ്പൂതിരിപ്പാടാണ് 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഈയിടെ വന്ന ക്വസ്റ്റ്യൻ ഏതായിരുന്നു? മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചത് ആരാണ്? EMS നമ്പൂതിരിപ്പാടാണ്. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചതാരാണ്? EMS നമ്പൂതിരിപ്പാടാണ്. അപ്പോൾ അങ്ങനെ മലബാർ തിരുവിതാംകൂർ കൊച്ചി പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി തിരുവിതാംകൂർ കൊച്ചി പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരള സംസ്ഥാനം രൂപീകരിച്ച വർഷം ഏതാണ്? മലബാർ തിരുവിതാംകൂർ കൊച്ചി പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി കേരള സംസ്ഥാനം രൂപീകൃത വർഷം ഏതാണ്? 1956 നവംബർ 1 അല്ലേ. നവംബർ 1. 1956 നവംബർ 1 മലബാർ തിരുവിതാംകൂർ കൊച്ചി പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി കേരള സംസ്ഥാനം രൂപീകൃതമായത്. നെക്സ്റ്റ് വൺ,
2022 എഴുത്തച്ഛന് പുരസ്കാരം ലഭിച്ച സേതുവിൻ്റെ കൃതികളിൽ പെടാത്തത് ഏതാണ്? പേടി സ്വപ്നങ്ങൾ, കൈമുദ്രകൾ, നിഴലുറങ്ങുന്ന വഴികൾ, അടയാളങ്ങൾ എന്നിവയുണ്ട്. ആൻസർ എന്താ നമുക്ക് വരിക? ഓപ്ഷൻ സി, നിഴലുറങ്ങുന്ന വഴികളാണ് കൃതികളിൽ പെടാത്തത്. സോ പേടി സ്വപ്നങ്ങൾ, കൈമുദ്രകൾ, അടയാളങ്ങൾ എന്നിവ എന്താണ്? 2022 എഴുത്തച്ഛന് പുരസ്കാരം ലഭിച്ച സേതുവിൻ്റെ കൃതികളാണ്. സേതുവിൻ്റെ കൃതികൾ ഏതൊക്കെ? 3 നമുക്ക് പറയാൻ പറ്റുവിടുന്ന പേടി സ്വപ്നങ്ങൾ, കൈമുദ്രകൾ, അടയാളങ്ങൾ. പേടി സ്വപ്നങ്ങൾ, കൈമുദ്രകൾ, അടയാളങ്ങൾ എന്നിവയാണ് സേതുവിൻ്റെ കൃതികൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏതാണ്? ഓഗസ്റ്റ് 23 ഓഗസ്റ്റ് 23 ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഓഗസ്റ്റ് 23. നെക്സ്റ്റ് വൺ, വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ആൻസർ ടി കെ മാധവൻ. ആൻസർ ടി കെ മാധവൻ. ഓക്കെ, വൈക്കം സത്യാഗ്രഹം നടന്നത് എന്നാണ്? വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത് 1924 മാർച്ച് 30 അല്ലേ? നേതൃത്വം നൽകിയ പ്രമുഖ നേതാക്കൾ ആരാണ്? ശരിക്കും ടി കെ മാധവൻ പ്രമുഖനായ വ്യക്തി. നെക്സ്റ്റ് കെ കേളപ്പൻ, സി വി കുഞ്ഞിരാമൻ, കെ പി കേശവൻ എന്നിവരെല്ലാവരും ഉണ്ട് അല്ലേ? അതായത് വൈക്കം മഹാദേവ ക്ഷേത്രം കേന്ദ്രീകരിച്ചാണ് വൈക്കം സത്യാഗ്രഹം തുടങ്ങിയേക്കുന്നത് അല്ലേ? സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കുന്ന സത്യാഗ്രഹം ഏതാണ്? പ്രധാന ക്വസ്റ്റ്യൻ അതാണ്. സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കുന്ന സത്യാഗ്രഹം ഏതാണ്? വൈക്കം സത്യാഗ്രഹമാണ്. ഇനി വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ചും നടന്ന ജാഥ ഏതായിരുന്നു? സവർണ ജാഥ. അത് ആരുടെ ആയിരുന്നു? മന്നത്ത് പത്മനാഭൻ നയിച്ചതായിരുന്നു. സവർണ ജാഥയ്ക്ക് നേതൃത്വം കൊടുത്ത ആരായിരുന്നു? മന്നത്ത് പത്മനാഭൻ. സോ വൈക്കം സത്യാഗ്രഹം നേതൃത്വം കൊടുത്തതാരാണ്? ടി കെ മാധവൻ അല്ലേ? അതിനോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് നടന്ന ജാഥ ഏതാണ്? സവർണ ജാഥ. അതിന് നേതൃത്വം കൊടുത്തതാരാണ്? മന്നത്ത് പത്മനാഭൻ. വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി പത്രം അദ്ദേഹത്തിൻ്റെയാണ്. അതുപോലെ തന്നെ അൽ ഇസ്ലാം എന്നത് ഓർത്തിരിക്കുക, അദ്ദേഹത്തിൻ്റെ ലേഖനമാണ് അൽ ഇസ്ലാം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദീപിക എന്നതും അദ്ദേഹത്തിൻ്റെ പത്രമാണ്. അപ്പോൾ അൽ ഇസ്ലാം ഓർത്തിരിക്കുക, വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ വരുമ്പോൾ അൽ ഇസ്ലാം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ദീപിക എന്ന പത്രവും ഓർത്തിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ, കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്ന വൈകുണ്ഠസ്വാമികളുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെല്ലാം? കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്ന വൈകുണ്ഠസ്വാമികളുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെല്ലാം? ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച്ച ഭരണം എന്ന് വിളിച്ചു, സമപന്തി ഭോജനം സംഘടിപ്പിച്ചു, മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചു, സമത്വ സമാജ സംഘടന സ്ഥാപിച്ചു. ഇതിൽ വൈകുണ്ഠസ്വാമികളുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെല്ലാമാണ്? വൈകുണ്ഠസ്വാമിയുടെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടാത്തത് ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, 3 മാത്രമാണ് ഉൾപ്പെടാത്തത് അല്ലേ? 3 മാത്രം വേണ്ട. ബാക്കി വെണ്ണീച്ച ഭരണം, സമപന്തി ഭോജനം, സമത്വ സമാജം, ഇത് 3 വൈകുണ്ഠസ്വാമി. വെണ്ണീച്ച ഭരണം, സമപന്തി ഭോജനം, സമത്വ സമാജം എന്നിവ വൈകുണ്ഠസ്വാമികൾ. നെക്സ്റ്റ്, ഉപദ്വീപി നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഉപദ്വീപി നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ആൻസർ
ഓപ്ഷൻ ഡി ഗോദാവരി. ഗോദാവരി. ഉപദ്വീപ് നദികൾ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരിയാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി ഏതാണ്? ഗോദാവരിയാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി ഗോദാവരിയാണ്. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി. ഇന്ത്യയിൽ ഉപദ്വീപീയ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന പ്രധാന നദികൾ ഏതെല്ലാം? ഉപദ്വീപീയ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന പ്രധാന നദികൾ ഏതെല്ലാം? ഏതൊക്കെയാണ്? മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. ഇവരെല്ലാം. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. ക്രീം മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി എന്താണ്? ഉപദ്വീപീയ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ്. അപ്പോൾ പടിഞ്ഞാറോട്ട് പോകുന്ന നദികൾ ഏതൊക്കെയാണ്? പടിഞ്ഞാറുകാര് നർമ്മദ. പടിഞ്ഞാറുകാര് നർമ്മദ, താപ്തി, സബർമതി. നർമ്മദ, താപ്തി, സബർമതി എന്നിവ പടിഞ്ഞാറോട്ടും, കിഴക്കോട്ട് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. ഓക്കെ, നെക്സ്റ്റ് വൺ. പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏതൊക്കെ? പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏതൊക്കെയാണ്? കായലും അഴിമുഖങ്ങളും കാണപ്പെടുന്നു, ഡെൽറ്റ രൂപീകരണം നടക്കുന്നു, താരതമ്യേന വീതി കൂടുതൽ, അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ. ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉമാണ് ബന്ധമില്ലാത്ത പ്രസ്താവനകൾ. പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധമില്ലാത്തത് ഏതൊക്കെയാണ്? ഡെൽറ്റ രൂപീകരണവും അതുപോലെ താരതമ്യേന വീതി കൂടുതലുമാണെന്ന് പടിഞ്ഞാറൻ തീരസമതലം ബന്ധമില്ലാത്തവ. അപ്പോൾ ബന്ധമുള്ളത് എന്താണ്? പടിഞ്ഞാറൻ തീരസമതലം എന്താണെന്ന് നോക്കാം. ഒരു പോയിൻ്റ് എന്താണ്? കായലും അഴിമുഖങ്ങളും കാണപ്പെടുന്നു. കായലും അഴിമുഖങ്ങളും കാണപ്പെടുന്നു. നെക്സ്റ്റ് വൺ. അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ് പടിഞ്ഞാറൻ തീരസമതലം. 1 കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു. നെക്സ്റ്റ് വൺ. അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ് പടിഞ്ഞാറൻ തീരസമതലം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഭാഗമായ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെയാണ്? 1 ഗുജറാത്ത്, നെക്സ്റ്റ് വൺ മഹാരാഷ്ട്ര, ദെൻ ഗോവ, കർണാടക, കേരളം. ഓക്കെ, ഏതൊക്കെയാണ്? ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടകം, കേരളം. ഒരു ക്വസ്റ്റ്യൻ കൂടി. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ പ്രഭാവങ്ങൾ. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കൂടുതലായി കിട്ടുന്ന ഇന്ത്യൻ ഭൂപ്രദേശം ഏത് തന്നെയാണ്? പടിഞ്ഞാറൻ തീരസമതലമാണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ പ്രദേശങ്ങൾ അല്ലെങ്കിൽ മൺസൂൺ പ്രഭാവം, മൺസൂൺ സ്വാധീനം, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ സ്വാധീനം, പ്രഭാവം കൂടുതലായി ലഭിക്കുന്ന പ്രദേശം ഏതാണ്? പടിഞ്ഞാറൻ തീരസമതലമാണ്. നെക്സ്റ്റ്, ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷം. ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷം ഏതാണ്? ആൻസർ 1853. 1853 ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിക്കുന്നത്. ഇന്ത്യയിൽ റെയിൽ ഗതാഗതം 1853. നെക്സ്റ്റ് വൺ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം ഏതാണ്? ആൻസർ ഈസ് ജാറിയ. വലിയ കൽക്കരി പാടം ഈസ് ജാറിയ ആണ് വലിയ കൽക്കരി പാടം. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ എണ്ണശുദ്ധീകരണശാല ഏതാണ്? ദിഗ്ബോയ് ആണ്. പഴക്കമേറിയ എണ്ണശുദ്ധീകരണശാല ദിഗ്ബോയ്. പഴക്കമേറിയ എണ്ണശുദ്ധീകരണശാല ദിഗ്ബോയ് ആണ്. മുംബൈ ഹൈ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനിയാണ് മുംബൈ ഹൈ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനിയാണെന്ത്? മുംബൈ ഹൈ. അതുപോലെ തന്നെ ഏറ്റവും വലിയ പ്രകൃതിവാതക റിസർവും ആരാണ്? മുംബൈ ഹൈ ആണ്. ഏറ്റവും വലിയ പ്രകൃതിവാതക റിസർവ് മുംബൈ ഹൈ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി മുംബൈ ഹൈ അല്ലേ? ഇന്ത്യയിലെ ഏറ്റവും വലിയ
കൽക്കരിപ്പാടം ഏതാണ്? ജാറിയ. ഏറ്റവും പഴക്കമേറിയ ശുദ്ധീകരണശാല, പഴക്കമേറിയ ഡിഗ്ബോയി ആണ്. പിന്നെ വലിയ പെട്രോളിയം ഖനി മുംബൈ ഹൈ. ഏറ്റവും വലിയ പ്രകൃതിവാത റിസർവും മുംബൈ ഹൈ. നെക്സ്റ്റ് വൺ, 1959 ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്ക് ശാല ഏതാണ്? 1959 ജർമ്മൻ സാങ്കേതിക സഹായത്തോടുകൂടി ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്ക് ശാല. ആൻസർ ഓപ്ഷൻ ബി, ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, റൂർക്കല, ജർമ്മനി. റൂർക്കല, ജർമ്മനി റൂർക്കലയാണ്. 1959 ജർമ്മനി റൂർക്കല. 59 തന്നെ റഷ്യയുടെ ഭിലായ് എന്ന് പറയുമ്പോൾ അത് റഷ്യയുടെയാണ് ഭിലായ് എന്ന് പറഞ്ഞത്. ദുർഗാപൂറിൻ്റെ ഏതാണ്? ദുർഗാപൂർ എന്ന് പറയുമ്പോൾ പശ്ചിമ ബംഗാളാണ് ദുർഗാപൂർ. ബൊക്കാറോ ഏതാണ്? റഷ്യയാണ്. ഓക്കെ, റൂർക്കല ജർമ്മനി, ഭിലായുടേത് റഷ്യ, ദുർഗാപൂർ പശ്ചിമ ബംഗാൾ, ബൊക്കാറോ റഷ്യ. നെക്സ്റ്റ് വൺ, കരിമ്പ് ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനം ഉള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആൻസർ ഈസ് ഏതാണ്? ഓപ്ഷൻ ബി, ഉത്തർപ്രദേശ്. കരിമ്പ് ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ് അല്ലേ. കരിമ്പ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? കറുത്ത മണ്ണും എക്കൽ മണ്ണുമാണ് കരിമ്പ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണ്. ഏതാണ്? കറുത്ത മണ്ണും എക്കൽ മണ്ണുമാണ്. നെക്സ്റ്റ് വൺ, കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ ഏത് ദേശീയ ജലപാത ഉൾപ്പെടുന്നു? കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ ഏത് ദേശീയ ജലപാതയിൽ ഉൾപ്പെടുന്നു? കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ. ആൻസർ ഈസ് ദേശീയ പാത 3. കൊല്ലം കോട്ടപ്പുറം ദേശീയപാത 3. അപ്പോൾ 1 എന്താണ്? അലഹബാദ് ഹാൽഡിയ. 1 അലഹബാദ് ഹാൽഡിയ ആണ്. അലഹബാദ് ഹാൽഡിയ 1 ആണ് അല്ലേ. അപ്പോൾ സാദിയ ദുബ്രിയാണ് 2. സാദിയ ദുബ്രിയാണ് 2. 3 കൊല്ലം കോട്ടപ്പുറം, കൊല്ലം കോട്ടപ്പുറമാണ്. NW3 കാക്കിനഡ പുതുച്ചേരിയാണ് 4. ജലപാത 1 അലഹബാദ് ഹാൽഡിയ, ജലപാത 2 സാദിയ ദുബ്രി, കൊല്ലം കോട്ടപ്പുറം. NW3 കാക്കിനഡ പുതുശ്ശേരിയാണ് ജലപാത 4. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇന്ത്യയുമായി വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? ആൻസർ എന്താണ്? അഫ്ഗാനിസ്ഥാൻ. ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്ന രാജ്യം ആര് തന്നെയാണ്? അഫ്ഗാനിസ്ഥാൻ. ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്നതും അഫ്ഗാനിസ്ഥാൻ. നെക്സ്റ്റ് വൺ, യങ് ഇന്ത്യ പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ, മഹാത്മാഗാന്ധി. അത് ഇംഗ്ലീഷ് ഭാഷയിലാണ് അല്ലേ. യങ് ഇന്ത്യ പത്രം ഇംഗ്ലീഷ് ഭാഷയിലാണ് ഉള്ളത്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പത്രങ്ങൾ ഏതാണ്? നവജീവനുണ്ട് അല്ലേ. യങ് ഇന്ത്യയും നവജീവനും ഗാന്ധിജിയുടെ പത്രങ്ങളാണ്. യങ് ഇന്ത്യ ഇംഗ്ലീഷിലും നവജീവൻ ഗുജറാത്തിയിലുമാണ് അല്ലേ. ഇനിയും യങ് ഇന്ത്യയുടെ മലയാളി എഡിറ്റർ ആരാണ്? ജോർജ് ജോസഫ്. യങ് ഇന്ത്യയുടെ മലയാളി എഡിറ്റർ ആരാണ്? ജോർജ് ജോസഫ്. മഹാത്മാഗാന്ധിയുടെ പത്രങ്ങൾ യങ് ഇന്ത്യ അല്ലേ, ഇംഗ്ലീഷ് ഭാഷയാണ്. ജോർജ് ജോസഫ് അദ്ദേഹമാണ് ഇതിൻ്റെ മലയാളി എഡിറ്റർ. ഇനിയും ഗാന്ധിജിയുടെ മറ്റൊരു പത്രമാണ് നവജീവൻ. അതേത് ഭാഷ? ഗുജറാത്തി ഭാഷ. നെക്സ്റ്റ് വൺ, പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിൻ്റെ സവിശേഷത അല്ലാത്തത് ഏതാണ്? പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിൻ്റെ പാരമ്പര്യം അല്ലാത്തത് ഊർജ്ജ സ്രോതസ്സിൻ്റെ സവിശേഷത അല്ലാത്തത് ഏതാണ്? ആൻസർ ശുഷ്കമായിക്കൊണ്ടിരിക്കുന്നുള്ളതാണ് ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ.
ഇനി പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ് ഏതൊക്കെയാണ്? പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? ഒന്ന് സോളാർ എനർജി. നെക്സ്റ്റ് വൺ ടൈഡൽ, വേലിയേറ്റം എന്നൊക്കെ പറയും, ടൈഡൽ എനർജി. നെക്സ്റ്റ് വൺ ന്യൂക്ലിയർ എനർജി, പിന്നെ ജിയോ തെർമൽ എനർജി. ഇതെല്ലാം എന്താണ്? പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സ്. സോളാർ, ടൈഡൽ, ന്യൂക്ലിയർ, ജിയോ തെർമൽ, ഇതും 4 പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സ് പെടുന്നവ അല്ലേ. ഇവിടെ നമുക്ക് ആൻസർ ഓപ്ഷൻ സി ആണ്, ശുഷ്കമായിക്കൊണ്ടിരിക്കുന്നു. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ഭരണഘടനയിൽ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമാണ്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് ഈ വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ സി, അനുച്ഛേദം 21A. 21A ആണ്. 86ാം ഭേദഗതിയാണ് ഇതിൽ വരിക. 86ാം ഭേദഗതിയാണ് ഇവിടെ വരുന്നത്. ഏത്? 6 മുതൽ 14 വയസ്സുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം 21A ആണ് അനുച്ഛേദം വരിക. 86ാം ഭേദഗതിയാണ്. ഇനി വിദ്യാഭ്യാസ അവകാശ നിയമം എന്ന് പറയുമ്പോൾ എന്നാണത്? 2010 ഏപ്രിൽ 1 അതും ചോദിക്കുന്ന ചോദ്യമാണ്. 2010 ഏപ്രിൽ 1 വിദ്യാഭ്യാസ അവകാശ നിയമം. ഇനിയൊന്നുള്ളത് ഇവിടുത്തെ ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത് അനുച്ഛേദം 20, 21 എന്താണ്? അടിയന്തരാവസ്ഥ കാലത്ത് പോലും റദ്ദ് ചെയ്യാൻ സാധിക്കാത്ത അനുച്ഛേദങ്ങളാണ്. അടിയന്തരാവസ്ഥ കാലത്ത് പോലും റദ്ദ് ചെയ്യാൻ സാധിക്കാത്ത അനുച്ഛേദം ഏതാണ്? 20, 21 അപ്പോൾ 6-14 എന്താണ്? വിദ്യാഭ്യാസത്തെ സംബന്ധിക്കുന്നതാണ് അല്ലെ, സൗജന്യ വിദ്യാഭ്യാസം കുട്ടികൾക്കാണ്. അനുച്ഛേദം 21A ആണ്. 86ാം ഭേദഗതി ആണ്. ഇനി 20, 21 എന്താണ് അനുച്ഛേദങ്ങളാണ്? അടിയന്തരാവസ്ഥ വന്നാൽ പോലും റദ്ദ് ചെയ്യാൻ കഴിയാത്തവയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് ഭാഗത്താണ്? മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് ഭാഗത്താണ്? ആൻസർ 4A. മൗലിക കർത്തവ്യങ്ങൾ 4A ആണ്. 4A ആണ്. അപ്പോൾ ഒന്നെന്താണ്? ഒന്നെന്ന് പറയുമ്പോൾ എന്താണ്? യൂണിയനും ഭൂപ്രദേശവുമാണ്. 2 എന്താണ്? പൗരത്വമാണ്. 2 പൗരത്വം. എത്ര മുതൽ? 5-11 പൗരത്വം. ഭാഗം 2 പൗരത്വമാണ്. ഭാഗം 3 എന്താണ്? മൗലിക അവകാശങ്ങളാണ്. ഭാഗം 3 12-35. ഭാഗം 4 എന്താണ്? നിർദ്ദേശക തത്വങ്ങൾ 36-51 വരെ. നിർദ്ദേശക തത്വങ്ങളാണെന്ത്? ഭാഗം 4. 4A എന്ന് പറഞ്ഞ മൗലിക കർത്തവ്യങ്ങൾ. ഓക്കെ, 1 യൂണിയനും ഭൂപ്രദേശങ്ങളും, 2 പൗരത്വം, 3 മൗലിക അവകാശങ്ങൾ, 4 നിർദ്ദേശക തത്വങ്ങൾ, 4A മൗലിക കർത്തവ്യങ്ങൾ. നെക്സ്റ്റ് വൺ, ദേശീയ ഗാനം ആയ ജനഗണമന രചിച്ചത് ആരാണ്? ദേശീയ ഗാനം ആയ ജനഗണമന രചിച്ചത് ആരാണ്? ആൻസർ ഈസ് എല്ലാവർക്കും അറിയാം അല്ലേ. ആൻസർ ഈസ് ആരാണ്? രവീന്ദ്രനാഥ ടാഗോറാണ് ജനഗണമന രചിക്കുന്നത് അല്ലേ. അതിൻ്റെ രാഗം എന്താണ്? ശങ്കരാഭരണമാണ്. എത്ര സെക്കൻഡാണ് ജനഗണമന? 52 സെക്കൻഡാണ് ജനഗണമന എന്ന് പറയുന്നത് അല്ലേ. ആദ്യമായി എവിടെയാണ്? 1911 ഡിസംബർ 27 കൊൽക്കത്തയിൽ അല്ലേ, കോൺഗ്രസ് സമ്മേളനത്തിലാണ്. 1911 ഡിസംബർ 27 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിലാണിത്. ബംഗാളി ഭാഷയാണെന്നറിയാം. ഓക്കെ, നെക്സ്റ്റ് വൺ, ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായി പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏത് സമ്മേളനത്തിലായിരുന്നു? ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായി പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏത് സമ്മേളനത്തിൽ? വന്ദേ മാതരം ഏത് സമ്മേളനത്തിൽ ആയിരുന്നു? ആൻസർ കൽക്കത്ത കോൺഗ്രസ് സമ്മേളനം. കൽക്കത്ത കോൺഗ്രസ് സമ്മേളനം അല്ലേ. അപ്പോൾ ദേശീയ ഗീതം ആരാണ് രചിക്കുന്നത്? അറിയാം, ബങ്കിം ചന്ദ്ര ചാറ്റർജി അല്ലേ. സ്ഥിരം ക്വസ്റ്റ്യൻസ് ആണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഭാഷ ബംഗാളി ഭാഷയിലാണ്, അതൊക്കെ അറിയാം.
നെക്സ്റ്റ് വൺ, ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം, ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എത്രയാണ്? ആൻസർ ഈസ് എന്താണ്? 3:4 ആണ്. ദേശീയപാതയുടെ അനുപാതം 3:2 ആണ്. ദേശീയ പതാകയുടെ നീളവും വീതിയും 3:2 ആണ്. ദേശീയ പതാകയുടെ നീളം അല്ലേ? അപ്പോൾ ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച വർഷം, സ്ഥിരം ചോദ്യം, 1947 ജൂലൈ 12. 47 ജൂലൈ 12. ജൂലൈ 12 ജൂലൈ 22. 1947 ജൂലൈ 22 ദേശീയ പതാകയെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച വർഷം. ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച വർഷം 1947 ജൂലൈ 22 അല്ലേ? ഇനി ദേശീയ പതാകയുടെ 3 നിറങ്ങൾ ഏതൊക്കെയാണ് അറിയാം. കുങ്കുമനിറം, അല്ലേ? കുങ്കുമനിറം, പച്ച നിറം. കുങ്കുമം, പച്ച, വെള്ള. ദേശീയ പതാകയുടെ നിറങ്ങൾ കുങ്കുമം, പച്ച, വെള്ള അല്ലേ? കുങ്കുമം, പച്ച, വെള്ള. കുങ്കുമം എന്ന് പറയുന്നത് ധീരതയും ത്യാഗവും, പച്ച സമൃദ്ധിയാണ്, വെള്ള സത്യസന്ധത, സമാധാനം അല്ലേ? ദേശീയ പതാകയുടെ നടുവിൽ ആലേഖനം ചെയ്തത് എന്തായിരുന്നു? അശോകചക്രം. നടുവിൽ എന്താണ്? അശോകചക്രം. അശോകചക്രത്തിൻ്റെ നിറം എന്താണ്? നാവിക നീലയാണ്. നാവിക നീല. ഒരെണ്ണം കൂടി, അശോകചക്രത്തിൻ്റെ അതിനുള്ളിലെ ആരക്കാലുകളുടെ എണ്ണം എത്രയാണ്? 24. കുങ്കുമം, പച്ച, വെള്ള നിറങ്ങൾ മുകളിലും താഴോട്ടും അങ്ങനെയാണ് അല്ലേ? അതിൻ്റെ നടുക്ക് അശോകചക്രമുണ്ട്, അതിൻ്റെ നിറം നീലയാണ്. ഓക്കെ, അതിലെ ആരക്കാലുകളുടെ എണ്ണം എത്രയാണ്? 24 ആണ്. ഓക്കെ, ദേശീയ പതാകയുടെ എങ്ങനെയാണ് ആകൃതി എന്ന് ചോദിച്ചാൽ ദീർഘചതുരാകൃതി, 3:2 റേഷ്യോ അനുപാതം. ദീർഘചതുരാകൃതി 3:2 റേഷ്യോ, ദീർഘചതുരാകൃതി 3:2 റേഷ്യോ ആണല്ലേ? ഖാദിയോ കൈത്തറിയോ ഒക്കെ നമ്മൾ തുണി ഉപയോഗിക്കുന്നുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? ആൻസർ ഓപ്ഷൻ സി, 1993 ഒക്ടോബർ 12. 93 ഒക്ടോബർ 12 നിലവിൽ വന്നത്. 93 ഒക്ടോബർ 12. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വരുന്നത് എന്നാണ്? 1993 ഒക്ടോബർ 12. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിയമം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിയമം വരുന്നതെന്നാണ്? സെപ്റ്റംബർ 28. ഓക്കെ, ഇവിടുന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിയമം എന്ന് ചോദിക്കുമ്പോൾ 1993 സെപ്റ്റംബർ 28. ചില ക്വസ്റ്റ്യൻസ് അങ്ങനെ വരുന്നുണ്ട്. നിലവിൽ വന്നതെന്നാണ്? ഒക്ടോബർ 12. കമ്മീഷൻ നിയമം എന്നാണ്? 1993 സെപ്റ്റംബർ 28. ഇതിൻ്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? രംഗനാഥ് മിശ്ര. ആദ്യത്തെ ചെയർമാൻ ആരാണ്? രംഗനാഥ് മിശ്രയാണ്. നെക്സ്റ്റ് വൺ, ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഏത് വർഷം? വിവരാവകാശ നിയമം നിലവിൽ വരുന്നത് ഏത് വർഷമാണ്? ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണല്ലേ? അതും ഒക്ടോബർ 12. നിലവിൽ വന്നത് ഒക്ടോബർ 12, 2005. ഒക്ടോബർ 12, 2005 നിലവിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ഭരണഘടനയിൽ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം. ഇന്ത്യൻ ഭരണഘടനയിൽ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും ഉള്ള അവകാശത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 21. ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെപ്പറ്റി അനുച്ഛേദം 21. മൗലിക അവകാശങ്ങളുടെ അടിത്തറയും 21. മൗലിക അവകാശങ്ങളുടെ അടിത്തറയും 21. നെക്സ്റ്റ് വൺ, ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സത്യമേവ ജയതേ എന്ന വാക്യം ഏത് ലിപിയിലാണ് എഴുതിയിരിക്കുന്നത്?
സത്യമേവ ജയതേ ഏത് ലിപിയിലാണ്? ദേവനാഗിരി ലിപിയിലാണ്. സത്യമേവ ജയതേ ദേവനാഗിരി ലിപിയിലാണ് സത്യമേവ ജയതേ ഉള്ളത്. അത് മുണ്ടകോപനിഷത്തിലാണുള്ളത്. മുണ്ടകോ ഉപനിഷത്തിലാണ് സത്യമേവ ജയതേ. ലിപി ദേവനാഗിരി ലിപിയാണ് അല്ലേ. ഇനിയുള്ളത് താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ്? ദേശീയ മൃഗം എന്ന് പറയുമ്പോഴത് കടുവയാണ്. ദേശീയ മൃഗം കടുവയാണ് അല്ലേ. സിംഹമുദ്ര ഉണ്ടല്ലേ, സിംഹമുദ്ര നമുക്കുണ്ട്. അത് പറയാം. കടുവ എന്നാണ് വരുന്നത്? 1972 കടുവയെ ആയി പ്രഖ്യാപിക്കുന്നത്. ഇന്ത്യൻ ദേശീയ മൃഗം കടുവയെ പ്രഖ്യാപിക്കുന്നത് എന്നാണ്? 1972 അല്ലേ. കടുവയുടെ ശാസ്ത്രീയ നാമം പാൻതിറ ടൈഗ്രിസ്. പാൻതിറ ടൈഗ്രിസ് ആണ് കടുവയുടെ ശാസ്ത്രീയ നാമം. അപ്പോൾ കടുവയ്ക്ക് മുൻപ് ആരായിരുന്നു? സിംഹമാണ് അല്ലേ. ഇനിയും സിംഹമുദ്ര ദേവനാഗരി ലിപിയൊക്കെ കൂടെ പറയുമ്പോൾ അല്ലേ, ദേശീയ മുദ്ര സിംഹമുദ്ര എന്നാണ് പറയുന്നത്. സിംഹമുദ്ര എന്ന് പറയുമ്പോൾ അതിനകത്ത് സിംഹവും കാളയും കുതിരയും ആനയുമുണ്ട്. ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്, സിംഹം, കാള, കുതിര, ആന സിംഹമുദ്രയിൽ വരുന്നതാണ് അല്ലേ. സിംഹമുദ്രയിൽ വരുന്നതാണ് ഏതൊക്കെ? സിംഹം, കാള, കുതിര, ആന എന്നിവ. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏതാണ്? അവസാന ബഹുജന സമരം. അത് ഓർക്കുമ്പോൾ തന്നെ എഴുതാം, ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ അല്ലേ, ഗോ ബാക്ക്, പോയി കളഞ്ഞു പിന്നീട് അവർ. ക്വിറ്റ് ഇന്ത്യ സമരം അവസാനത്തെ ബഹുജന സമരമാണ് അല്ലേ. പൊക്കോളാൻ പറഞ്ഞു, പോയി കഴിഞ്ഞു. ക്വിറ്റ് ഇന്ത്യ സമരം അവസാനത്തെ ബഹുജന സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗോത്ര കലാപങ്ങളിലെ കുറിച്യ കലാപത്തിൽ നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? ഗോത്ര കലാപങ്ങളിലെ കുറിച്യ കലാപത്തിൽ നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? ആൻസർ രാമൻ നമ്പി. കുറിച്യ കലാപത്തിൻ്റെ വർഷം അല്ലേ 1812 കുറിച്യ കലാപം. 1812 കുറിച്യ കലാപം. രാമൻ നമ്പി അതിൻ്റെ പ്രധാന നേതൃത്വം നൽകിയ വ്യക്തി. വൺ മോർ ക്വസ്റ്റ്യൻ കൂടി. ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപം ഏതാണ്? ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപം ഏതാണ്? കുറിച്യ കലാപമാണ്. നെക്സ്റ്റ് വൺ, ദേശീയ കാഴ്ചപ്പാടോടുകൂടി പത്രങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തി. ദേശീയ കാഴ്ചപ്പാടോടുകൂടി പത്രങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തി ആരാണ്? ആൻസർ രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് ആണ് അത് അല്ലേ. സതി നിർത്തലാക്കിയ അദ്ദേഹമാണ്. രാജാറാം മോഹൻ റോയ് ആണ് സതി നിർത്തലാക്കുന്നത് രാജാറാം മോഹൻ റോയ്. നെക്സ്റ്റ് വൺ, 2023 ഇന്ത്യ അധ്യക്ഷ സ്ഥാനം വഹിച്ച G20 2024 അധ്യക്ഷ സ്ഥാനം വഹിക്കാൻ പോകുന്ന രാജ്യം ഏതാണ്? 23 ഇന്ത്യ G20 അധ്യക്ഷ സ്ഥാനം വഹിച്ചു. 24 ആരാണ്? ആൻസർ ഈസ് ബ്രസീൽ. G20 23 ഇന്ത്യ, 24 ബ്രസീൽ. ഓക്കെ, G20 23 ഇന്ത്യ അധ്യക്ഷ സ്ഥാനം വഹിച്ചു. 24 ബ്രസീലാണ് അധ്യക്ഷ സ്ഥാനം വഹിച്ചത്. നെക്സ്റ്റ് വൺ, അന്തർദേശീയ സാഹോദര്യത്തിന് ഊന്നൽ നൽകി ലക്ഷ്യമിട്ട് രവീന്ദ്രനാഥ് ടാഗോർ സ്ഥാപിച്ച സർവകലാശാല ഏതാണ്? അന്തർദേശീയ സാഹോദര്യത്തിന് ഊന്നൽ നൽകാൻ ലക്ഷ്യമിട്ട് രവീന്ദ്രനാഥ് ടാഗോർ സ്ഥാപിച്ച സർവകലാശാല ഏതാണ്? ആൻസർ വിശ്വഭാരതി. ആൻസർ ഏതാണ്? വിശ്വഭാരതിയാണ്. നെക്സ്റ്റ് വൺ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം. ഏതാണ്? 1919. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം അല്ലേ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം, എപ്പോഴും ചോദിക്കുന്ന നിയമം ഏതാണ്? റൗലറ്റ് ആക്ട്. കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ്? റൗലറ്റ് ആക്റ്റാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം. റൗലറ്റ് ആക്റ്റാണ്.
ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് വേറെയുണ്ട്. പ്ലാസി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ട് അമൃത്സർ ഇളക്കി മറിച്ചു എന്ന് ജാലിയൻവാലാ ബാഗിനെ കുറിച്ച് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഗാന്ധിജിയാണ് അല്ലേ. അതുപോലെ ക്രോളിംഗ് ഓർഡർ എന്ന് പറയുന്നതും ജാലിയൻവാലാ ബാഗിനെ കുറിച്ചാണ്. ക്രോളിംഗ് ഓർഡർ. ഓക്കെ, ഇവിടെ ഡേറ്റ് എന്നാണ്? ഏപ്രിൽ 13 ഡേറ്റ് ഏപ്രിൽ 13. ജാലിയൻവാലാ ബാഗ് കൂട്ടക്കൊല 1919 ഏപ്രിൽ 13 ആണ് അല്ലേ. നടന്ന സ്ഥലം അമൃത്സർ, പഞ്ചാബ്. പഞ്ചാബാണ്. റൗലറ്റ് ആക്ട് എന്താണ്? ജാലിയൻവാലാ ബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമാകുന്ന നിയമമാണ് റൗലറ്റ് ആക്ട്. നെക്സ്റ്റ് വൺ, ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെ വെളിപ്പെടുത്തുന്ന ചോർച്ച സിദ്ധാന്തം ആരുടെ സംഭാവനയാണ്? ദാദാബായ് നവറോജി. ചോർച്ച സിദ്ധാന്തം ആരുടെയാണ്? ദാദാബായ് നവറോജി. നെക്സ്റ്റ് വൺ, സാരേ ജഹാം സേ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനത്തിൻ്റെ രചയിതാവ് ആരാണ്? സാരേ ജഹാം സേ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനത്തിൻ്റെ രചയിതാവ് ആരാണ്? ആൻസർ മുഹമ്മദ് ഇക്ബാലാണ് സാരേ ജഹാം സേ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനത്തിൻ്റെ രചയിതാവ്. നെക്സ്റ്റ് വൺ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ സാമ്പത്തികമായ ആധുനികവൽക്കരണത്തിൽ സുപ്രധാന പങ്ക് വഹിച്ച ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏതാണ്? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ സാമ്പത്തികമായ ആധുനികവൽക്കരണത്തിൽ സുപ്രധാനമായ പങ്ക് വഹിച്ച ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏതാണ്? ആൻസർ ഭക്രാനങ്കൽ. ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏതാണ്? ഭക്രാനങ്കൽ. അത് എവിടെയാണ്? സത്ലജ് നദിയിൽ അല്ലേ. ഭക്രാനങ്കൽ സത്ലജ് നദിയിൽ. നെക്സ്റ്റ് വൺ, ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാമെന്ന ബ്രിട്ടീഷ് കരിനിയമത്തിൻ്റെ പേരെന്താണ്? ബ്രിട്ടീഷ് കരിനിയമത്തിൻ്റെ പേര്. വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാമെന്ന ബ്രിട്ടീഷ് കരിനിയമത്തിൻ്റെ പേര് എന്തായിരുന്നു? റൗലറ്റ് ആക്ട്. പേര് റൗലറ്റ് ആക്ട് ആയിരുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ, കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? ആൻസർ ഇടുക്കി ജില്ലയിൽ. ഉപദ്വീപീയ പീഠഭൂമിയിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആര് തന്നെയാണ്? ആനമുടിയാണ്. ഉപദ്വീപീയ പീഠഭൂമിയിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. ഒന്നുകൂടി, പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയും ആനമുടിയാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയും ആനമുടിയാണ്. നെക്സ്റ്റ് വൺ ഒന്നുകൂടി പറയാം. ആനമുടി വ്യാപിച്ചു കിടക്കുന്ന ദേശീയോദ്യാനം ആരാണ്? ദേശീയോദ്യാനം അല്ലേ ഇരവികുളം അല്ലേ. ഇരവികുളമാണ്. ഇരവികുളത്തിൽ വരയാട്. ഓക്കെ, നെക്സ്റ്റ് വൺ, രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളി വനിതാ കായിക താരം. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താരം ആരാണ്? ആൻസർ PT ഉഷ. നെക്സ്റ്റ് വൺ, കൊച്ചി മെട്രോ നിലവിൽ വന്ന വർഷം ഏതാണ്? ആൻസർ 2017. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി പാമ്പാർ. ആകെ നദികളുടെ എണ്ണം എത്രയാണ് കേരളത്തിലത്? ആകെ നദികളുടെ എണ്ണം 44 ആകെ നദികളുടെ എണ്ണം. അതിൽ 41 എണ്ണം പടിഞ്ഞാറോട്ട് പോകുന്നവയാണ്, ബാക്കി 3 എണ്ണം കിഴക്കോട്ട് പോകുന്നവയാണ്. ആ 3 എണ്ണം എന്ന് പറയുന്നത് ആരൊക്കെയാണ്? കബനി അല്ലേ, കബനി, ഭവാനി, പാമ്പാർ. കബനി, ഭവാനി, പാമ്പാറാണ് അല്ലേ. കബനി, ഭവാനി, പാമ്പാറാണ് ആ 3 നദികൾ. ഓക്കെ, ഇനി പൊന്നാനി തുറമുഖം ഏത് നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ്? പൊന്നാനി തുറമുഖം
ഏത് നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ്? ആൻസർ വരുന്നത് ഭാരതപ്പുഴ. പൊന്നാനി തുറമുഖം ഏത് നദിയുടെ ഭാരതപ്പുഴയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ്? നെക്സ്റ്റ് വൺ, 2022 മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ കേരളീയ വനിത. 2022 ദേശീയ പുരസ്കാരം നേടിയ കേരളീയ വനിത. ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ കേരളീയ വനിത ആരാണ്? 2022 മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ കേരളീയ വനിത ആരാണ്? ആൻസർ എന്താണ്? നഞ്ചിയമ്മ. കേരളത്തിലെ ആധുനിക വ്യവസായങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ആൻസർ നമുക്കറിയാം, ഇടുക്കി ജില്ല. ഇടുക്കി ജില്ലയിലാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി. ഇടുക്കി ജില്ലയിലാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണെന്ത്? പള്ളിവാസൽ അല്ലേ? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. ശ്രീ ചിത്തിരതിരുനാൾ ബാലരാമവർമ്മ അദ്ദേഹത്തിൻ്റെ കാലത്താണ് വരുന്നത്. ഇനി ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലുത് ഏതാണ്? ഇടുക്കി പദ്ധതിയാണ്. നെക്സ്റ്റ് വൺ, വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം. വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം ഏതാണ്? വരയാടെന്ന് പറയുമ്പോൾ അത് ഇരവികുളം. വരയാട് ഇരവികുളം അല്ലേ? സൈലൻറ്റ് വാലി ആരാണ്? സിംഹവാലൻ കുരങ്ങാണ്. നെക്സ്റ്റ്, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ട് കായലാണ്. കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? വിഴിഞ്ഞം തുറമുഖം താലൂക്ക് നെയ്യാറ്റിൻകര. നെക്സ്റ്റ് വൺ, സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് ആരാണ്? സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് ആരാണ്? അയ്യങ്കാളിയാണ്. സാധുജന പരിപാലന സംഘം രൂപീകരിക്കുന്നത് അയ്യങ്കാളി. അദ്ദേഹത്തിൻ്റെ കല്ലുമാല സമരം ഓർത്തിരിക്കുക, കല്ലുമാല സമരം. നെക്സ്റ്റ് വൺ, 1988 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഏതാണ്? 88 നടത്തിയ ശിവപ്രതിഷ്ഠ ശ്രീനാരായണ ഗുരു സ്ഥലം ഏതാണ്? അരുവിപ്പുറമാണ്. നെക്സ്റ്റ് വൺ, കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ഏതാണ്? ആറ്റിങ്ങൽ കലാപം. നെക്സ്റ്റ് വൺ, വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച വർഷം ഏതാണ്? 24. ധീവര സമുദായത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പണ്ഡിറ്റ് കറുപ്പൻ നേതൃത്വം നൽകി സ്ഥാപിച്ച പ്രസ്ഥാനം ഏതാണ്? ധീവര സമുദായത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പണ്ഡിറ്റ് കറുപ്പൻ നേതൃത്വം നൽകി സ്ഥാപിച്ച പ്രസ്ഥാനം ഏതാണ്? പണ്ഡിറ്റ് കറുപ്പൻ്റെ പ്രസ്ഥാനം ഏതാണ്? ആൻസർ അരേ സമാജം. പണ്ഡിറ്റ് കറുപ്പൻ്റെത് അരേ സമാജം. വർഷം 1907 ആണ്. 1907 അരേ സമാജം, പണ്ഡിറ്റ് കറുപ്പൻ. അദ്ദേഹത്തിന് എന്ത് പറയുന്നുണ്ട്? കേരള ലിങ്കൺ എന്നുകൂടി പറയുന്നു. പ്രാർത്ഥനാ സമാജം ആരുടെയാണ്? ആത്മാറാം പാണ്ഡുരംഗിൻ്റെയാണ് പ്രാർത്ഥനാ സമാജം. ഹിതകാരണി ആരുടെയാണ്? ഹിതകാരണി വീരേശ് ലിംഗത്തിൻ്റെയാണ്. വീരേശ് ലിംഗമാണ് ഹിതകാരണി സഭ സ്ഥാപിച്ചത്. ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി. അരേ സമാജം ഇവിടെ പണ്ഡിറ്റ് കറുപ്പൻ 1907. ഹിതകാരണി സമാജം വീരേശ് ലിംഗം. ദെൻ പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്. നെക്സ്റ്റ് വൺ, കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽപാത ഏതാണ്? ബേപ്പൂർ മുതൽ തിരൂർ വരെ. വർഷം കൂടി ഒന്ന് ഓർക്കുക. 1861 മാർച്ച് 12. 1861
മാർച്ച് 12. നെക്സ്റ്റ് വൺ, പയ്യന്നൂർ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി. പയ്യന്നൂർ ഉപ്പു സത്യാഗ്രഹം നേതൃത്വം കൊടുത്ത വ്യക്തി ആരാണ്? ആൻസർ കെ കേളപ്പൻ. കെ കേളപ്പൻ അല്ലേ. രണ്ടാം ബർദോളിയാണെന്ത്? പയ്യന്നൂർ. രണ്ടാം ബർദോളിയാണ് പയ്യന്നൂർ. ഇവിടെ ടി കെ മാധവൻ ഉണ്ട് അല്ലേ. ടി കെ മാധവൻ നോക്കാം എന്താണെന്ന്. ക്ഷേത്രപ്രവേശന വിളംബര പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ടി കെ മാധവൻ. ക്ഷേത്രപ്രവേശന വിളംബര പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ടി കെ മാധവനാണ്. ഓക്കെ. ഇനി പയ്യന്നൂർ ഉപ്പു സത്യാഗ്രഹം ആരാണ്? കെ കേളപ്പൻ. അദ്ദേഹമാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവും. ഗുരുവായൂരിൻ്റെ പ്രധാന നേതാവ്, ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ് കെ കേളപ്പനായിരുന്നു. പയ്യന്നൂർ ഉപ്പിൻ്റെയും കെ കേളപ്പൻ, ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെയും കെ കേളപ്പൻ. രണ്ടാം ബർദോളി പയ്യന്നൂർ. നെക്സ്റ്റ് വൺ, കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക്. ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതാണ്? ഇവിടെ നെടുങ്ങാടി ബാങ്ക്. ഇത് 2014, 16, 17 കാലഘട്ടത്തിൽ ആ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണിത്. അല്ലേ. കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് നെടുങ്ങാടി ബാങ്ക്. 2024 നടക്കുന്ന ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം. ഇപ്പോൾ വേദിയാകുന്ന നഗരം ഏതാണ്? ആൻസർ പാരീസ്. പ്രശസ്ത നാടകമായ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന കൃതിയുടെ കർത്താവ്. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് വി ടി ഭട്ടതിരിപ്പാട്. ഏതാണിത്? വി ടി ഭട്ടതിരിപ്പാടാണ് അതിൻ്റെ കർത്താവ്. വി ടി ഭട്ടതിരിപ്പാട്. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകം വി ടി ഭട്ടതിരിപ്പാട് അല്ലേ. അദ്ദേഹത്തിൻ്റെ ആണെന്ത്? യോഗക്ഷേമ സഭ. യോഗക്ഷേമ സഭ അദ്ദേഹത്തിൻ്റെ 1908 യോഗക്ഷേമ സഭ അദ്ദേഹത്തിൻ്റെയാണ്. അദ്ദേഹത്തിൻ്റെ തന്നെയാണെന്ത്? യുവജന സംഘം. യോഗക്ഷേമ സഭ, യുവജന സംഘം അല്ലേ. നാടകം അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. മറ്റദ്ദേഹത്തിൻ്റെ ആത്മകഥ എന്താണ്? ജീവിത സമരം അല്ലേ. ജീവിത സമരം, സ്മരണ അല്ലേ. ജീവിത സ്മരണയാണ്. സമരമല്ല. സമരം അച്യുതാനന്ദൻ. ജീവിത സ്മരണയാണെന്ത്? ആത്മകഥ. ജീവിത സ്മരണയാണ് ആത്മകഥ. കണ്ണീരും കിനാവും അല്ലേ, ഒരു കൃതിയുണ്ട് അദ്ദേഹത്തിൻ്റെയാണ് കണ്ണീരും കിനാവും. അടുക്കളയിൽ നനങ്ങത്തേക്ക്, കണ്ണീരും കിനാവും, ജീവിതസ്മരണ അല്ലേ. പിന്നെ യോഗക്ഷേമ സഭ അദ്ദേഹത്തിൻ്റെയാണ്, വി ടി ഭട്ടതിരിപ്പാടിൻ്റെയാണ്. യുവജന സംഘവും അദ്ദേഹത്തിൻ്റെയാണ് അല്ലേ. ഇനിയും അദ്ദേഹം നടത്തിയ മറ്റൊരു യാത്രയുണ്ട്. അതായിരുന്നു യാചനായാത്ര. തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരിപ്പുഴ വരെയുള്ള അദ്ദേഹത്തിൻ്റെ യാചനായാത്ര. 1931 യാചനായാത്ര. അടുക്കളയിൽ നരങ്ങത്തേക്ക്, കണ്ണീരും കിനാവും, ജീവിതസ്മരണ. പിന്നെ യോഗക്ഷേമ സഭ ഓർക്കാം, യുവജന സംഘം ഓർക്കുക, യാചനായാത്ര അല്ലേ. ഇനി വേറെ ലേഖനം. ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം കേട്ടോ. അമ്പലങ്ങൾക്ക് തീ കൊളുത്താം. ഇനി മനുഷ്യശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ വസ്തു പല്ലിലെ ഇനാമൽ ആണ്. ഇതിൻ്റെ നാശത്തിന് കാരണമാകുന്ന ബാക്ടീരിയ ഏതാണ്? ആ ബാക്ടീരിയ ഏതാണ്? ഇതിൽ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ അത് കറക്റ്റ് ആൻസർ അല്ല. പല്ല് ഇനാമൽ എന്ന് പറയുന്നത് ഏറ്റവും കടുപ്പമേറിയ ഭാഗമാണ് പല്ലിലെ ഇനാമൽ അല്ലേ. സ്ട്രെപ്റ്റോകോക്കസ് എന്താണ്? സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറയുന്നത് നമുക്ക് തൊണ്ടകാറലിന് കാരണമാകുന്ന ബാക്ടീരിയ ആണെന്ത്? സ്ട്രെപ്റ്റോകോക്കസ്. തൊണ്ടകാറലിന് കാരണമാകുന്ന ബാക്ടീരിയ ആണ് സ്ട്രെപ്റ്റോകോക്കസ് ബാക്ടീരിയ അല്ലേ. അതുപോലെ എന്താണ് ഇവിടെയുള്ളത്? സാൽമണല്ല, സ്റ്റെഫലോകോക്കസ് ബാക്ടീരിയ. സാൽമണൽ ഇപ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. സാൽമണല്ല, അതുപോലെ സ്റ്റെഫലോകോക്കസ് ബാക്ടീരിയ. അത് കഴിഞ്ഞ LGSന് പോലും അല്ലേ. സാൽമണല്ലയും സ്റ്റെഫലോകോക്കസ് ബാക്ടീരിയ എന്താണ്? ഭക്ഷ്യവിഷബാധയാണ്. സാൽമണല്ല അതുപോലെ സ്റ്റെഫലോകോക്കസ് ബാക്ടീരിയയും ഭക്ഷ്യവിഷബാധയ്ക്കാണ് നോക്കുന്നത്. ഭക്ഷ്യവിഷബാധയാണ് അല്ലേ. ഇവിടെ കൊടുത്തേക്കുന്ന ഇതെല്ലാം തെറ്റാണ്. മൈക്രോ ബാക്ടീരിയം ഇല്ല, മൈക്കോബാക്ടീരിയം ലെപ്രയാണ്. അപ്പോൾ നമ്മൾക്ക് നോക്കണ്ട. സ്ട്രെപ്റ്റോകോക്കസ് എന്താണ്? തൊണ്ടകാറിലാണ്. അതുപോലെ ഞാൻ പറഞ്ഞ സാൽമണല്ലയും സ്റ്റെഫലോകോക്കസും എന്താണ്? ഭക്ഷ്യവിഷബാധയാണ്. ഓക്കെ. നെക്സ്റ്റ് താഴെ തന്നിരിക്കുന്ന ജീവകങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകൾ തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 4 മാത്രമാണ് അല്ലേ. മോണ 4-മത്തതാണ്. 3 നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. കണ്ണ്
ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം എ. ഓക്കെ. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം ഇ. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഓക്കെ. നെക്സ്റ്റ് വൺ, ഏത് ബാക്ടീരിയയിൽ പകർച്ചവ്യാധിയായ കുഷ്ഠം? ഒരു ബാക്ടീരിയൽ പകർച്ചവ്യാധിയായ കുഷ്ഠം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് ഏത് രീതിയിലാണ്? ഒരു ബാക്ടീരിയൽ പകർച്ചവ്യാധിയായ കുഷ്ഠം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് ഏത് രീതിയിലൂടെയാണ്? ആൻസർ സമ്പർക്കം മുഖേനയാണ് അല്ലേ? സമ്പർക്കം മുഖേനയാണ് ബാക്ടീരിയ പകർച്ചവ്യാധിയായ കുഷ്ഠം മൈക്കോ ബാക്ടീരിയം ലെപ്രെ പകരുന്നത്. നെക്സ്റ്റ് വൺ, കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതും സംരക്ഷിക്കുന്നതും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതി. അവിവാഹിതരായ മാതാക്കളെ സംരക്ഷിക്കാൻ കൊണ്ടുവന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ്? അവിവാഹിതരായ മാതാക്കളെ സംരക്ഷിക്കാൻ കൊണ്ടുവന്ന പദ്ധതി ഏതാണ്? സ്നേഹസ്പർശം കൊണ്ടാണ് വിവാഹം കഴിക്കാത്ത മാതാക്കളെ അല്ലേ, വിവാഹം കഴിക്കാത്ത മാതാക്കളെ കേരള സർക്കാർ സംരക്ഷിക്കുന്നത് സ്നേഹസ്പർശത്തിലൂടെയാണ്. നെക്സ്റ്റ്, രോഗാണു വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഈ പ്രവർത്തനം നടത്തുന്ന മനുഷ്യരക്തത്തിലെ ശ്വേതരക്താണുക്കൾ ഏതെല്ലാം? ആൻസർ ഏതാണ് വരുന്നത്? ശ്വേതരക്താണുക്കൾ ഏതെല്ലാം? മോണോസൈറ്റും ന്യൂട്രോഫിലും. ശ്വേതരക്താണുക്കൾ എന്ന് പറയുമ്പോൾ ആരാണ്? രോഗപ്രതിരോധ ശേഷി നൽകുന്നവരാണ് ശ്വേതരക്താണുക്കൾ എല്ലാം. BBC ശ്വേതരക്താണുക്കൾ എല്ലാം അതിൽ ലിംഫോസൈറ്റ്, മോണോസൈറ്റ്, ന്യൂട്രോഫിൽസ്, ബേസോഫിൽസ് എല്ലാവരും ഉണ്ട് അല്ലേ? ഈസ്റ്റോഫിൽസുകൾ എല്ലാം ഉണ്ട്. ഇതിനകത്ത് മോണോസൈറ്റ്, ന്യൂട്രോഫിൽസും എന്താണ്? ഫാഗോസൈറ്റോസ് വഴി രോഗാണുക്കളെ നശിപ്പിക്കുന്നവയാണ് അല്ലേ? ഇവിടെ ബേസോഫിൽ എന്ന് പറഞ്ഞാൽ ആരാണ്? അത് ഹെപ്പാരിൻ ഉണ്ടാക്കും, രക്തം കട്ടപിടിക്കാൻ തടയുന്നതിനാക്കുന്ന ഹെപ്പാരിൻ ഉണ്ടാക്കുന്ന ആളാരാണ്? ബേസോഫിലാണ്. രക്തം കട്ട പിടിക്കാൻ തടയാൻ വേണ്ടിയുള്ള ഹെപ്പാരിൻ ഉണ്ടാക്കുന്ന ആരാണ്? ബേസോഫിൽസ് ആണ്. ഓക്കെ. നെക്സ്റ്റ് വൺ, പയർച്ചെടിയുടെ സങ്കര ഇനം ഏതാണ്? പയർച്ചെടിയുടെ സങ്കര ഇനം ഇവിടെ ഏതാണ്? പയർച്ചെടി സങ്കര ഇനം ഭാഗ്യലക്ഷ്മിയാണ് പയർച്ചെടിയുടെ സങ്കര ഇനം. നെക്സ്റ്റ് വൺ, ഇവിടെ അനാമിക അല്ലേ? അനാമികയൊക്കെ എന്താണ് പറയുക? അനാമിക എന്ന് പറയുമ്പോൾ അത് വെണ്ടയാണ്. അനാമിക വെണ്ടയാണ്. നെക്സ്റ്റ്, വനവിഭവം അല്ലാത്ത ഏതാണ്? വനവിഭവം അല്ലാത്തത് ഏതാണ് ഇവിടെ? നോക്കാം അല്ലേ? മണ്ണെണ്ണയാണ്. അമ്ലമഴയ്ക്ക് കാരണമായ വാതകം ഏതാണ്? സൾഫർ ഡൈ ഓക്സൈഡ് SO2. സൾഫർ ഡൈ ഓക്സൈഡ്. നെക്സ്റ്റ്, ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം? സെക്കൻഡ് പ്രൈസാണ് ഇന്ത്യക്കുള്ളത്. ശുദ്ധജലത്തിൻ്റെ pH മൂല്യം എത്രയാണ്? pH മൂല്യം 7. അടുത്തതിന് സൗരയൂഥ മാതൃക ആരുടെയാണ്? സൗരയൂഥ മാതൃക ആരുടെയാണ്? റുദർഫോർഡാണ്. സൗരയൂഥ മാതൃക റുദർഫോർഡിൻ്റെയാണ് സൗരയൂഥ മാതൃക അല്ലേ? ആറ്റം കണ്ടുപിടിച്ച ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ് അല്ലേ? ഇവിടെ J.J. തോംസൺ എന്താണത്? ഇലക്ട്രോൺ കണ്ടുപിടിക്കുന്നതാണ് J.J. തോംസൺ. ഇലക്ട്രോണിൻ്റെ യൂണിറ്റ് നെഗറ്റീവ് ചാർജാണ് ഇലക്ട്രോൺ വരിക അല്ലേ? ഇലക്ട്രോണിൻ്റെ യൂണിറ്റ് നെഗറ്റീവ് ചാർജ് അല്ലേ? പ്രോട്ടോൺ എന്ന് പറയുമ്പോൾ ഇത് പോസിറ്റീവ് ചാർജ്, ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ്, ന്യൂട്രോണ് ചാർജ് ഇല്ല. ഓക്കെ. ആറ്റം കണ്ടുപിടിച്ച ജോൺ ഡാൾട്ടൺ ആണ്. അടുത്ത സൗരയൂഥ മാതൃക റുദർഫോർഡാണ്. നെക്സ്റ്റ് വൺ, കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? കലാമിൻ എന്ന് പറയുമ്പോൾ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? കലാമിൻ സിങ്ക് ആണ്. അലൂമിനിയം എന്ന് പറയുമ്പോൾ ഏതാണ്? അലൂമിനിയം ഏതിൻ്റെയാണ്? അലൂമിനിയം ബോക്സൈറ്റ്. അലൂമിനിയത്തിൻ്റെ അയിര് ബോക്സൈറ്റ് ആണ്. കോപ്പറിൻ്റെ എന്താണ്? കോപ്പർ. മാലക്കൈറ്റും ചാൽക്കുലേറ്റും അയണിൻ്റെ എന്തൊക്കെയാണ്? ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ പൈററ്റീസ്. ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ പൈററ്റീസ് അയണിൻ്റെത്. അലൂമിനിയത്തിൻ്റെത് ബോക്സൈറ്റ്. കോപ്പറിൻ്റെത് മാലക്കൈറ്റും ചാൽക്കോസൈറ്റുമാണ്. സിങ്ക്, കലാമിൻ.
നെക്സ്റ്റ്, ഉത്കൃഷ്ടവാതകങ്ങൾ ആധുനിക പീരിയോഡിക് ടേബിളിൻ്റെ ഏത് ഗ്രൂപ്പിൽ പെടുന്നു? ഉത്കൃഷ്ടവാതകങ്ങൾ എന്ന് പറയുമ്പോൾ 18ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് വരിക. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഓക്സിജൻ്റെ ഉപയോഗങ്ങളിൽ പെടാത്തത്. ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിന്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന കൃത്രിമ രാസവസ്തു. ചുവപ്പ് നിറം കൊടുക്കാൻ. ആൻസർ ഓപ്ഷൻ ബി, കാർമോയിസിൻ. നെക്സ്റ്റ് വൺ, ഒരു വസ്തുവിൻ്റെ നേർരേഖ, ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം. സ്വന്തം അക്ഷം. ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം ഏതാണ്? ആൻസർ ഭ്രമണചലനം. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? രാകേഷ് ശർമ്മ. ഓക്കെ. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രതാ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനമാണ് ഏത്? അപവർത്തനം. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ തവപ്രേഷണ രീതിയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ബാഷ്പീകരണം. നെക്സ്റ്റ് വൺ, പാരമ്പര്യ ഊർജ്ജ സ്രോതസ് ഉദാഹരണം ഏതാണ് ഇവിടെ? ആൻസർ ഓപ്ഷൻ എ ആണ്, 1ഉം 2ഉം ആണ്. അത് കാറ്റും പാരമ്പര്യേതര പറഞ്ഞല്ലേ, കാറ്റും തിരമാലയും. കാറ്റും തിരമാല ടൈഡിൽ പറഞ്ഞല്ലോ. സോ 8 ക്വസ്റ്റ്യൻസ്. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ അടുത്ത ക്ലാസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രിലിംസിൻ്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ചെയ്യാം. അങ്ങനെ 5 ക്വസ്റ്റ്യൻ പേപ്പറും ചെയ്ത് കഴിയുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.